Assalamualaikum warahmatullah. Alhamdulillah wassalatu wassalamu ala rasulillah wa ala alihi wasahbihi ajma'in. Bismillahi മാഷാഅല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അൽഹംദുലില്ലാ. ഇന്ന് നമ്മുടെ പഠന മന്ദിരത്തില് കൊല്ലം അഷ്ടമുടിയിലുള്ള ഖമറുദ്ദീൻ സാഹിബാണ് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ദീർഘകാലം സേവനം ചെയ്തിട്ടുള്ളതും ഒരുപാട് അനുഭവ സമ്പത്തുകൾ ഉള്ള ഒരു വ്യക്തിയാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് കിട്ടിയ അനുഭവ സമ്പത്തുകൾ ഇത് നമ്മളിലേക്ക് പങ്കുവെക്കാനും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടെത്താനും അതുകൊണ്ട് കഴിയും. കാരണം ഞാൻ ഇദ്ദേഹവുമായിട്ട് ദീർഘകാലത്തെ ബന്ധമുണ്ട്. അപ്പുറം ഏകദേശം ഒരു 20 വർഷത്തിനപ്പുറമുള്ള ബന്ധമുണ്ട്. എൻ്റെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടാണ്. ദഅവത്തുണ്ട്, അതായത് ദീനീപരമായ കാര്യത്തിനൊക്കെ മുന്നിലും അതേപോലെ സാമൂഹ്യപരമായ കാര്യത്തിലും മനുഷ്യർക്ക് എന്തെല്ലാം ഉപകാരപ്രദമായ കാര്യങ്ങളുണ്ടോ അതിലെല്ലാം മുൻഗണന കൊടുക്കുന്ന വ്യക്തി എന്നുള്ള നിലയിലാണ് ഇദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം നമ്മൾ ആവശ്യപ്പെട്ടതും അൽഹംദുലില്ലാ വളരെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്തത്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് മൂപ്പരുടെ സേവനം ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് സംബന്ധിച്ച് ഒരുപാട് പഠനങ്ങൾ മൂപ്പരുടെ സ്വന്തം വ്യക്തിപരമായ ജീവിതത്തിലെ അനുഭവങ്ങളെ നമ്മളിലേക്ക് പങ്കുവെക്കുമ്പോൾ ആ അനുഭവങ്ങൾ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഏകദേശം 600 ചില്ലുവാനും വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. എല്ലാ വീഡിയോകളും അൽഹംദുലില്ലാ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് കുഞ്ഞു മക്കൾക്ക് വേണ്ടി നമ്മൾ തുടങ്ങിയാണെങ്കിലും ഉപകാരപ്പെടുന്നതാണ് അൽഹംദുലില്ലാ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ബൈത്തുൽ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളാണ് ഇതിനകത്ത് നടക്കുന്നത്. കാരണം ഖുർആൻ പഠിച്ചു മറന്നവരെ നമ്മൾ വളരെ വേഗത്തിൽ പഠിപ്പിക്കാൻ പറ്റിയ ഒരുപാട് അതിൻ്റെതായ രീതിയിലുള്ള ഉപകരണങ്ങൾ നമ്മുടെ ഉണ്ട്. കാരണം ഒരാളും അറബി അക്ഷരങ്ങൾ പഠിക്കാത്ത കാണരുത് എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എന്ന് പറഞ്ഞാൽ പഠിക്കാൻ പറ്റും. ഏത് ഭാഷ ഇതേപോലെയാണ്. ഭാഷയ്ക്കൊക്കെ എല്ലാ ഭാഷയ്ക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കാൻ ഏത് ഭാഷയും സംസ്കൃതവും ഹിന്ദിയും ഇംഗ്ലീഷും എല്ലാ ഭാഷയും പഠിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ കഴിയുന്നിടത്തോളം അവന്റെ കഴിവനുസരിച്ച്. അപ്പൊ അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അൽഹംദുലില്ലാ നിങ്ങൾ ഈ നമ്മുടെ ഈ ചാനലിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞു വളരെ സന്തോഷം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യനായ എൻ്റെ പ്രിയങ്കരനായ ഉസ്താദ് അബ്ദുസ്സലാം ഉസ്താദ് അവர்கள், അദ്ദേഹത്തിന്റെ ആത്മീയമായ തർബീയത്തും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും അള്ളാഹുവിനോടും അള്ളാഹിന്റെ പ്രവാചകനോടുള്ള ഉള്ളിലുള്ള ആ സ്നേഹവാത്സല്യങ്ങളെ അദ്ദേഹം കിതാബ് ഓതി അദ്ദേഹം ദർസിൽ പഠിച്ച് നമ്മൾ കാലം മുതൽ തന്നെ എനിക്ക് അദ്ദേഹത്തിന് അറിയാം. ഏകദേശം 30 വർഷം, 20 വർഷം പറഞ്ഞെങ്കിലും 30 വർഷം അദ്ദേഹം ആത്മീയമായ ഒരു ബന്ധമുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ഇടയ്ക്കാൽ വെച്ചത് ഗൾഫിലൊക്കെ പോയെങ്കിൽ തന്നെയും നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇതുമായിട്ട് മുഴുവൻ സമയം പ്രവർത്തനങ്ങൾ. അപ്പം ജനങ്ങളിലേക്ക് ദീൻ എത്തിക്കുക, അത് ഏതെല്ലാം തരത്തിൽ എന്തൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലെ ജനങ്ങളുടെ അഭിരുചി അനുസരിച്ച് നേരത്തെ ഉണ്ടായ ട്രെൻഡ് മാറിപ്പോയി. പണ്ട് നമ്മളെ ഇസ്ലാമിക മത വിജ്ഞാനങ്ങളെല്ലാം പ്രവാചകൻ മദീന സർവകലാശാലയിലും മസ്ജിദ് നബിയിൽ വെച്ചാണ് പരിശുദ്ധമായ ദീനിന്റെ ആദ്യ തുടക്കങ്ങളെല്ലാം തുടങ്ങുന്നത്. അത് ഗുരുകുല സമ്പ്രദായം എന്നാണ്. റസൂലുള്ളാഹിന്റെ നമ്മുടെ വേൾഡിലെ ആദ്യത്തെ ഫസ്റ്റ് മദീനയിൽ, ആ പ്രവാചകന്റെ മദീനയിലാണ് യഥാർത്ഥത്തിൽ മസ്ജിദ് നബിയിൽ വെച്ചാണ് ആദ്യത്തെ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ വിപ്ലവത്തിന്റെ തുടക്കം കുറിക്കുന്നത്. ഇസ്ലാമിന്റെ എല്ലാ വിഷയങ്ങളെ കുറിച്ചും അതിൻ്റെതായ ഒരു ചുവട്ടുപടികളൊക്കെ ആരംഭിക്കുന്നവിടെ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കേരളത്തിലേക്ക് പൂർവ്വകാല ദർസുകളും പള്ളികളിലെല്ലാം ഈ ദർസ് അത് മുത്തുനബിയുടെ അതേപോലെ അനുധാപനം ചെയ്തത് കൊണ്ട് തന്നെയാണ്. അപ്പൊ അത് ഗുരുകുല സമ്പ്രദായം, ഗുരുവിന്റെ അടുക്കൽ ചെന്ന് പഠിച്ച് ഗുരുവിൽ നിന്നും കാര്യങ്ങൾ. ഇന്നത് മാറിയിട്ട് ഇന്നിപ്പം സർവകലാശാല അറബി കോളേജുകളൊക്കെ മാറിക്കഴിഞ്ഞു. അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പക്ഷേ എങ്കിലും ബേസിക് അടിസ്ഥാനം മാറിയിട്ടില്ല. അത് അന്യം നിന്നു പോകുമോ എന്നുള്ളൊരു ഭയപ്പാട് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതിൻ്റെതായ കുറച്ച് ധാർമ്മിക അധപ്പതനങ്ങളും പല രീതിയിലൊക്കെ വരുന്നുണ്ട്. എങ്കിൽ തന്നെയും അത് ഖിയാമം വരെയും ആ ദീൻ അള്ളാഹു നിലനിർത്തി തരും. അതിനുവേണ്ടി ഉള്ള പരിശ്രമങ്ങൾ, തഖ്വയുള്ള ആലിമീങ്ങൾ ഇന്ന് കേരളത്തിലും വേൾഡിലും മൊത്തം ഇന്നും ഉണ്ട്. ഒരിക്കലും കെടാതെ അണയാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധ ഇസ്ലാം ലോകത്ത് അല്ലാഹു തആല ഇന്ന് ഏകദേശം 820 കോടി ജനങ്ങൾ ഇന്ന് വേൾഡിലുണ്ട്. 820 കോടി ജനങ്ങൾ ഈ കഴിഞ്ഞ നമ്മൾ 1 മാസം 2 മാസത്തേക്ക് മുമ്പ് ഉണ്ടായിരുന്ന ലോക ജനസംഖ്യാ ദിനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുക. അപ്പൊ ഇത്രയും കോടി ജനങ്ങളെ 350-350ഓളം കോടി മുസ്ലിങ്ങൾ ഉണ്ട്. അപ്പം ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്. മതമില്ലാത്ത ഒരു സമൂഹം ഉണ്ടായിട്ടില്ല. അപ്പം മതങ്ങളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ മതമില്ലാത്ത ആരുമില്ല. അതിൽ ചെറിയ ഒരു 0% മാത്രമേ ഉള്ളൂ മറ്റ് മതങ്ങളായിട്ട് ബന്ധമില്ലാത്ത വിഭാഗക്കാർ. അപ്പൊ ഏത് മതത്തിലായാലും അത് അതിൻ്റെതായ ഒരു ചിട്ടയും അടുക്കും അതിൻ്റെതായ കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അള്ളാഹിന് മതങ്ങൾ വെച്ചിട്ട് ഇഷ്ടപ്പെട്ട ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. അപ്പൊ ഇസ്ലാമിന്റെ സമ്പൂർണ്ണതയിലാണ് അള്ളാഹു ഏതൊരു വസ്തുവിനും
ഒരു പൂർണ്ണത ഉണ്ടാകും. വളർച്ചയുടെ തുടക്കം, ജനനം മുതൽ അതിൻ്റെതായ പൂർണ്ണ. അപ്പം മതത്തിനായാലും ശരി, പ്രസ്ഥാനത്തിനായാലും ശരി, സംഘടനയ്ക്കായാലും എല്ലാത്തിനും അതിൻ്റെ ഒരു പൂർണ്ണത ഉണ്ടാവും. അപ്പം അങ്ങനെയൊരു പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അതിന് ആ ദൗത്യം ഈ ലോകത്ത് പ്രപഞ്ചനാഥൻ അത് ദൗത്യം ഏൽപ്പിച്ചത് മഹാനായ പ്രവാചകൻ ലോകാനുഗ്രഹി മുഹമ്മദ് കൂടിയാണ്. പുണ്യനബിയുടെ ആ ജനനം എന്ന് പറയുന്ന ആ സാഹചര്യ ചുറ്റുപാടുകളെല്ലാം നിങ്ങൾക്കറിയാം. നമ്മൾ പറയാതെ വാദപരമ്പരകൾ കൂടിയും നാട്ടിൽ കൂടിയും സഹോദര സമുദായത്തിൽപ്പെട്ടവർ കൂടിയും എല്ലാം നമുക്ക് ഇന്നെല്ലാം അറിയാം. അപ്പം പരിശുദ്ധ ഇസ്ലാം അധ്യാപനങ്ങൾ അപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം നമുക്ക് വിഭാവനം ചെയ്യുന്നത് രണ്ട് അവസ്ഥയിലാണ്. ഒന്ന്, മനുഷ്യൻ, ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ പോലെ മനുഷ്യൻ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ സൃഷ്ടിയാണ്. അപ്പൊ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഇതര ജീവജാലങ്ങൾക്ക് ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതകളും അനുഗ്രഹങ്ങളും കാരുണ്യങ്ങളും ഒരു സിസ്റ്റം ജീവിതവ്യവസ്ഥയുണ്ട്. മറ്റ് ജീവികൾക്ക് ആ ജീവിതവ്യവസ്ഥ കൊണ്ട് ആവശ്യമില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭൂമിയിലെ ജീവിതം വളരെ തുച്ഛമായ ഒരു പീരീഡ് മാത്രമേ ഉള്ളൂ. ഈ തുച്ഛമായ പീരീഡിൽ നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ അതിലെ കുറെ കാര്യങ്ങൾ ഇവിടെ എങ്ങനെ ജീവിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, നമ്മളിവിടെ യാത്ര. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ രണ്ടവസ്ഥയാണ്. ഒന്ന്, നമ്മുടെ ഫിസിക്കലായിട്ട് നമ്മുടെ കാണപ്പെടുന്ന നമ്മുടെ ശരീരം, പിന്നെ ശരീരം ഒപ്പം തന്നെ നമ്മുടെ ആത്മാവ്. അപ്പം ഈ ശരീരവും ആത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുന്നത് കൊണ്ടാണ് ശരീരത്തിന് ജീവൻ വെക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ മറ്റൊരു വിശ്വാസമാണ്. ആത്മാവ് എന്ന് പറയുന്നത് സ്പിരിച്വലാണ്. സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള ആത്മാവ് ബോഡി ശരീരത്തിൽ പ്രവേശിക്കുമ്പോഴാണ് നമ്മൾ അനങ്ങുന്നു, നടക്കുന്നു, ഓടുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു, വികാരങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്ന് പറഞ്ഞ പ്രപഞ്ചശക്തി നമ്മൾ വെറുതെ അങ്ങ് സൃഷ്ടിച്ചു വിട്ടതല്ല. അപ്പൊ സൃഷ്ടിപ്പിന് ഒരു ഉദ്ദേശമുണ്ട്. ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അത് എല്ലാവരും അംഗീകരിക്കുന്നു. അപ്പൊ അത് ഇസ്ലാം വളരെ വ്യക്തമായി ആ സൃഷ്ടിപ്പിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നല്ല പറയുന്നു. നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? സൂറത്തുൽ മുൽക്കിൽ കൂടി അള്ളാഹു താല ചോദിക്കുന്നു, നിങ്ങൾ ഈ ആകാശത്തേക്ക് ഒന്ന് കണ്ണു തുറന്ന് നോക്കൂ. ആ ആകാശത്തിൽ എവിടെയെങ്കിലും വിടവുകളുണ്ടോ? നിങ്ങൾ നോക്ക്. എന്തെങ്കിലും വിടവുകളോ എല്ലാം ഉണ്ടോ നോക്ക്. ഇല്ലേ, കാണുന്നില്ലല്ലോ. എന്തെങ്കിലും തൂണുകളാണോ അത് നാം നിർത്തിയിരിക്കുന്നത്? നിങ്ങൾ നോക്ക്. നിങ്ങൾ ഒരു വട്ടം അല്ല, 2-3 വട്ടം നിങ്ങൾ നോക്കൂ. അതുകൂടാതെ ആകാശത്തെ താങ്ങി നിർത്തിയിരുന്നാൽ ഇത് വീഴുമെന്നുള്ള നിങ്ങൾക്ക് ഭയം ഉണ്ടാകുന്നുണ്ടോ? എൻ്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ, ന്യൂനതകളുണ്ടോ എന്ന് നമ്മളോട് തന്നെ, സ്വന്തം ശരീരത്തിനോട് തന്നെ ചോദിച്ചുകൊണ്ടാണ് അള്ളാഹു താല ഈ അള്ളാഹുവിനെ വിശ്വസിക്കാനും അള്ളാഹുവിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനും. അതിനുവേണ്ടി നമുക്ക് അള്ളാഹു താല നിയോഗിക്കപ്പെട്ട ലോകത്തിന്റെ അനുഗ്രഹമായി വന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പൂർണ്ണമായ ഒരു മതമാണ്. ആ സമ്പൂർണ്ണമായതിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്താണ് നമ്മുടെ ജീവൻ. നമ്മുടെ ജഡായി മാറും. അപ്പൊ അതിൽ രണ്ടാമത്തെ പ്രാധാന്യമുള്ളതാണ് ആരോഗ്യം. അപ്പം നമ്മുടെ ഇസ്ലാമിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ചുമതല എന്ന് പറയുന്നത് തനിക്ക് സ്വന്തമായിട്ട് നമ്മൾ ആരോഗ്യപരമായും അതുപോലെ കുടുംബത്തോടും സമൂഹത്തോടും ചുറ്റുപാടുകളോടും ഒക്കെ നമുക്ക് മാനസികമായും ശാരീരികമായും ആരോഗ്യപരമായ ഒരു കടപ്പാടുകളും കടമകളും ഉണ്ട്. അപ്പൊ അള്ളാഹുവിനോട് കടമകളുണ്ട്, പിന്നെ കുടുംബത്തിനോട് കടമകളുണ്ട്, സ്വന്തം ശരീരത്തിനോട് കടപ്പാട്. ഇസ്ലാം നമുക്ക് നൽകുന്ന ഒരു ശാസനകളും എന്താണ് വിശകലനം നമ്മൾ ചെയ്യുമ്പോൾ മാനവ സമൂഹത്തിന്റെ ശാരീരികവും മാനസികവും ആരോഗ്യപൂർണ്ണമായ വളർച്ച അതിന്റെ ലക്ഷ്യമാണെന്ന് വ്യക്തമാക്കും. അതിന്റെ ഓരോ ശാസ്ത്രങ്ങൾ എടുത്ത് നോക്കിക്കോളും. അതുപോലെ ഇസ്ലാമിക ആരോഗ്യ നിയമങ്ങൾ പരിപൂർണമാണ്. അതിനകത്ത് യാതൊരു കുറവുകളില്ല. ഒരു മുസൽമാന്റെ വിശ്വാസ കർമ്മങ്ങളിലെല്ലാം, വിശ്വാസത്തിലുമുണ്ട് കർമ്മങ്ങളിലും എല്ലാം എന്തുണ്ട്, അനുഷ്ഠാനങ്ങളിലും എല്ലാം ആരോഗ്യം സുരക്ഷിതമാണ്. അതുകൊണ്ട് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളിപ്പോഴും നമ്മുടെ വിശ്വാസപരമായിട്ട് നമ്മൾ അള്ളാഹുവിനെ വിശ്വസിക്കുന്നു, പ്രവാചകങ്ങൾ വിശ്വസിക്കുന്നു, മലായിക്കത്തിൽ വിശ്വസിക്കുന്നു, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്നു, അള്ളാഹുവിന്റെ പരിശുദ്ധമായ അന്ത്യദിനങ്ങളെക്കുറിച്ചും അള്ളാഹിന്റെ നന്മ ദിനങ്ങളെക്കുറിച്ചും പറയുന്നത്. അതിൽ കർമ്മപരമായിട്ട് നോക്കപ്പെടുമ്പോൾ നമ്മൾ നമസ്കാരത്തിലേക്ക് അള്ളാഹു പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ലക്ഷ്യമിട്ടിരിക്കുന്നത് ഈ മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ ഏറ്റവും അള്ളാഹുവിന് ലക്ഷ്യമിട്ട ഒരേ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അവൻ നമസ്കരിക്കുക, അവന്റെ ശിരസ് കുനിക്കുക, അവനെ ആരാധിക്കുക എന്നുള്ളതാണ്. ശിരസ് കുനിക്കുക എന്നുള്ളത് അള്ളാഹുവിന് അനുസരണമുള്ള ഒരു സൃഷ്ടിയായിട്ട് ഭൂമി ലോകത്ത് വേൾഡിൽ മൊത്തം പോകണം എന്നുള്ളതാണ്. അതിൽ അള്ളാഹുവിനോട് ആദ്യമായിട്ട് സൃഷ്ടാവിനോട് സൃഷ്ടി എന്ന് പറഞ്ഞാൽ വിരച്ചുണ്ടി ഒരേ ഒരാളാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അദ്ദേഹത്തിന്റെ അസാസിസ് എന്നായിരുന്നു ആദ്യത്തെ പേര്. അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇബാദത്ത് ദീർഘകാലങ്ങൾ അള്ളാഹുവിനും മനുഷ്യ സൃഷ്ടികളും ജിന്നുവർഗ്ഗങ്ങളും ജാനുവർഗ്ഗങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്തുകൊണ്ട് നല്ല വിവരമുള്ള ഒരാളായിരുന്നു. വിവരമുള്ളവരിൽ നിന്ന് വിവരിക്കേണ്ടി വരത്തുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് വിവരങ്ങളുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ച് അറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ അള്ളാഹുവിന് അനുസരണമുള്ളവനായി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനായിട്ടാണ് അവൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ആ നിസ്കാരത്തിൽ നമ്മൾ ഈ ശുദ്ധി വളരെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പം ആരോഗ്യപരമായിട്ടും നമ്മൾ നമസ്കാരങ്ങൾ തമ്മിൽ എങ്ങനെയുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് ഞാൻ ചെറിയ സാമ്പിൾ ഉദാഹരണം ഉളു എടുക്കാം.
ഒളു എന്ന് പറയുന്നത് നമുക്ക് ശുദ്ധി, നിസ്കാരത്തിന് മുമ്പ് നമ്മൾ ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ ശുദ്ധിയിൽ നിന്ന് നമ്മൾ വരുന്നുള്ള അത് കുളിയാണ്. രണ്ടാമത് നമ്മുടെ ചെറിയ ശുദ്ധിയിൽ നമ്മൾ ആ ചെറിയ ശുദ്ധിയിൽ നമ്മൾ നമസ്കാരത്തിലേക്ക് വരുന്ന ഒളു നിർബന്ധമാണ്, ഒളു ഉണ്ടായിരിക്കണം. അപ്പോൾ ഒളു ചെയ്യുന്നതിന് ഏകദേശം പ്രധാനപ്പെട്ട 6 ഫർളുകൾ നമുക്ക് പഠിച്ച് അറിയാം. പിന്നെ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ 65ഓളം മെയിൻ കാര്യങ്ങളുണ്ട്. 65ഓളം മെയിൻ കാര്യങ്ങളുണ്ട്.